ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഹോമിയോപ്പത്സ് കേരളയുടെ നോർത്ത് പറവൂരിൽ നടന്ന 104ാമത് ശാസ്ത്ര സെമിനാറിനോടനുബന്ധിച്ച് അൺവെയിലിംഗ് ഡിസ്പോസിഷൻസ് എന്ന വിഷയത്തിൽ ഡോക്ടർ അശ്വിൻ പണിക്കർ അവതരിപ്പിച്ച കേസ് സ്റ്റഡി അനാലിസിസിൽ നിന്ന് ഹാനിമാൻ അഫോർസിന്റെ ഡിസ്പോസിഷനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അല്ലേ? എന്താണ് ഡിസ്പോസിഷൻ അറിയാമോ? ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ജനറ്റിക് ട്രൈറ്റ്. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഒരു കേസ് നമ്മുടെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ ഓരോ ടൈപ്പ് പ്രിസ്ക്രിപ്ഷൻസ് ആണ് നമുക്കുള്ളത് അല്ലേ? അതിൽ ഓരോരുത്തരും അവരോരോ കഴിയുന്ന രീതിയിൽ ഇന്ന പ്രിസ്ക്രിപ്ഷൻസ് തന്നെ ചെയ്യണമെന്ന് നമുക്ക് ആരെയും വാശി പിടിക്കാൻ പറ്റില്ല. ചിലർ കീനോട്ട് പ്രിസ്ക്രിപ്ഷനിൽ നന്നായിട്ട് മാനേജ് ചെയ്യുന്നവരുണ്ടാവും, പത്തോളജിക്കൽ പ്രിസ്ക്രിപ്ഷനിൽ മാനേജ് ചെയ്യുന്നവരുണ്ടാവും, എറ്റിയോളജിക്കൽ പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും, ഓർഗനോപ്പതിക് പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും, കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസ്ക്രിപ്ഷൻസ് ഉണ്ടാവും. അപ്പം അങ്ങനെ പ്രിസ്ക്രിപ്ഷൻസ് ഓരോരുത്തർക്കും നമ്മൾ എങ്ങനെയാണ് ഒരു പേഷ്യൻറ്റിനെ നോക്കിക്കാണുന്നത്, ആ ഫിസിഷ്യന്റെ കഴിവും അവരുടെ നോളജ്, നമ്മൾ പറയും അഫോർസ് നമ്പർ 3 പറയുന്ന പോലെ തന്നെ ആ ഡോക്ടറുടെ നോളജ്, അത് ഡിസീസിലായിക്കോട്ടെ, ആ ഡോക്ടർ എങ്ങനെയാണോ അതിനെ നോക്കിക്കാണുന്നത് അത് ഡിപ്പെൻഡ് ചെയ്തിരിക്കും ആ റിസൾട്ട് കിട്ടുക. അപ്പോൾ അതിൻ്റെ അകത്ത് നേരത്തെ രാവിലെ മാത്യു സാറ് സൂചിപ്പിച്ച പോലെ അല്ലേ, ഈ ചർമ്മരോഗങ്ങൾക്ക് മനസ്സിന് റോളുണ്ടോ എന്നൊരു ചോദ്യം ചോദിച്ചു. തോന്നുന്നുണ്ടോ ഉണ്ടെന്ന്? തീർച്ചയായും. അപ്പം അതൊക്കെ തന്നെയാണ് ഹാനിമാൻ ഡിസ്പോസിഷൻ എന്ന് പറയുന്ന അഫോറിസം 210 ഹാനിമാൻ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നത്. പിന്നീട് അത് 211 213 എന്തൊക്കെയാണ് ഡിസ്പോസിഷനിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഏതൊക്കെ തരം കേസുകളിലാണ് ഡിസ്പോസിഷന്റെ റോള് അല്ലേ? ചില കേസുകളിൽ നമുക്കറിയാം ഡിസ്പോസിഷൻ എന്ന് പറയുന്നത് 3 തരംതിരിച്ചിട്ടുണ്ട്: മെന്റൽ, ഫിസിക്കൽ ആൻഡ് ജനറൽ. ഡീറ്റെയിൽഡ് ആയിട്ട് ഞാനത് പറയാം. അപ്പൊ ഈ മെന്റൽ, ഫിസിക്കൽ ആൻഡ് ജനറൽ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എല്ലാ കേസുകളും നമുക്ക് ഇതിനകത്ത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. നേരത്തെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഏറ്റവും റിസ്ക് ആയിട്ട് നമ്മൾ ഏറ്റെടുക്കാൻ പറ്റുന്ന കേസസ് ആണ് ഒന്ന് ക്യാൻസറസ് കണ്ടീഷൻസും ഓട്ടോ ഇമ്മ്യൂൺ ജനറ്റിക് ഡിസോർഡേഴ്സ് എന്നുള്ള കണ്ടീഷൻസും. ഇതിൽ ഡിസ്പോസിഷന്റെ റോള് എന്താണ്? ഡിസ്പോസിഷൻ ഹാനിമാൻ അവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ഡിസ്പോസിഷൻ എന്ന ഇതിൽ ഹാനിമാൻ മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇത്തരം കേസുകൾ എടുക്കുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഡിസിൻ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടാതെ പോകുന്നത്? പലപ്പോഴും നമുക്ക് ഓട്ടോ ഇമ്മ്യൂൺ കാറ്റഗറി ഡിസീസ്, ജനറ്റിക് ഡിസീസ്, ക്യാൻസറസ് കണ്ടീഷനിൽ ഫസ്റ്റ് ഒരു നല്ല റിലീഫ് കിട്ടും, പിന്നെ അതൊരു സ്റ്റാൻഡ് സ്റ്റില്ലായിട്ട് നിൽക്കും, പിന്നെ നമുക്ക് റിസൾട്ട് കിട്ടുന്നില്ല, കയ്യിൽ കേസ് ഫ്ലോപ്പായി പോയി നമുക്ക് പറയാറുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ആ ഒരു ഡിസ്പോസിഷൻ, സ്റ്റേറ്റ് ഓഫ് ഡിസ്പോസിഷൻ, ചേഞ്ച് ഇൻ ഡിസ്പോസിഷൻ ഹാനിമാൻ അഫോറിസം വൈസ് മെൻഷൻ ചെയ്തത്? അതിൽ ഞാൻ മാനേജ് ചെയ്ത ഒരു SLE കേസ് അറിയാം. നമുക്ക് SLE കേസസ് നമ്മൾ ഹോമിയോപ്പതിയിൽ മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള ഒരു മാറ്ററാണ്. അതിൽ ഞാൻ മാനേജ് ചെയ്ത ഒരു കേസ് കൂടെ ഞാനിവിടെ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഗോയിങ് ടു ദ ടോപ്പിക്. Disposition. Each and every person presents himself in a unique manner with a characteristic behavior. This is what we call disposition. In a simpler way, we can say disposition is what a person is known for. How do people identify him as a personality? അല്ലേ? ഒരാളുടെ ജനറ്റിക് ട്രേറ്റ് അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണാലിറ്റിയാണ് നമ്മൾ ഡിസ്പോസിഷൻ എന്ന് മീൻ ചെയ്യുന്നത്. Aphorism 211 says that this holds true to such an extent that the state of the disposition of the patient often chiefly determine the selection of the homeopathic remedy as being a decidedly characteristic symptoms which can at least all remain concealed from the accurately observing physician. See, the disposition of the patient often chiefly determine the selection of homeopathic remedy. ഒരു ഹോമിയോപ്പത്തിക് റെമഡി നമ്മൾ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിസ്പോസിഷണൽ റോള് ഹാനിമാൻ തന്നെയാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോരുത്തരും ഓരോ സ്കൂൾസ് ഓഫ് ഫിലോസഫിയിൽ പോകുമ്പോൾ ഓർഗനോണിൽ ഹാനിമാൻ മെൻഷൻ ചെയ്തത് കൂടെ മനസ്സിൽ വെക്കണം. Next, moving to the 213. In a patient, we have to observe the change in the state of the mind and disposition along with the other symptoms and selective medicine which is capable of producing the similar state of mind and disposition along with the other disease. Okay, ഒരാൾക്ക് ജന്മനാ കിട്ടുന്ന ഒരു ജനറ്റിക് ട്രേറ്റിൽ നമ്മൾ കാണിക്കുന്ന സിംറ്റംസിന് ചേഞ്ചസ് വരിക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഇപ്പോൾ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, എൻ്റെ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡ്രഗ് ആണെങ്കിൽ, ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിൽ ഹാനിമാൻ ഡിസ്പോസിഷനിൽ അക്യൂട്ട്സ് കേസ് വെച്ചിട്ട് എക്സാമ്പിൾ പറയുന്നുണ്ട്. ബെലഡോൺ അല്ലേ, വളരെ ഹാപ്പി ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുട്ടി അക്യൂട്ട് സിംറ്റം വരുമ്പോൾ എങ്ങനെയാണ്? ആംഗ്രി ആവും അല്ലേ? നമ്മൾ ബെൽഡോണെ കുറിച്ച് പറയുന്നത് ആംഗ്രി ആണെന്നല്ല, ദേഷ്യം, ഇറിറ്റബിലിറ്റി ഉള്ള ഒരു ഡ്രഗായിട്ടാണ് നമ്മൾ അക്യൂട്ടിൽ പറയുന്നത്. അപ്പം നമ്മൾ അവിടെ മെൻഷൻ ചെയ്യുന്നത് ഡിസ്പോസിഷനിലെ
ചേഞ്ച് ആണ് നമ്മൾ ആ സ്റ്റേറ്റ്, ആ അന്നേരം കാണിക്കുന്ന സ്റ്റേറ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അന്നേരം എങ്ങനെയാണോ കുട്ടി പെരുമാറുന്നത്, അതല്ലാതെ ആ സ്ഥലത്തോട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ല നമ്മൾ കൊടുക്കുന്നത്. ആ ചേഞ്ചിന് നമ്മൾ മാനദണ്ഡമാക്കി എടുത്ത് അതിന്റെ എന്താ പറയാ, അതിന്റെ ബാക്കിയുള്ള ടോട്ടാലിറ്റിയോടെ നോക്കിയിട്ട് റെമഡി കൊടുക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. അതുകൊണ്ടാണ് ഹാനിമാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രിസ്ക്രിപ്ഷൻ നടത്തുമ്പോൾ നമ്മൾ ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പറയില്ലേ, മറ്റേ എന്താ പറയാ, ഫിസിഷ്യൻസ് ഹാവ് ദി ഐ ആൻഡ് ഓൺലി മിഷൻ റീസ്റ്റോർ ദ സിക്ക് ടു ഹെൽത്ത്. ഫസ്റ്റ് പേഷ്യന്റിനെ ഹെൽത്തിലേക്ക് കൊണ്ടുവരിക, ദെൻ തിങ്ക് അബൌട്ട് ക്യൂർ. അതല്ലാതെ ഫസ്റ്റ് തന്നെ നമ്മൾ ക്യൂറിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോഴാണ് ഫസ്റ്റ് ഒരു റിലീഫ് കാണിച്ചിട്ട് പിന്നെ കേസ് വിട്ടുപോകുന്നത്. അപ്പൊ നമ്മൾ അതിനെ വേറൊരു രീതിയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റേറ്റ് റെമഡീസ് എന്ന് പറയാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാനിപ്പോൾ നല്ല ഹാപ്പി ഇതായിട്ട് നിൽക്കുന്നു, എൻ്റെ ലൈഫിൽ എനിക്ക് സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് കടന്നു വരുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളിപ്പോ ഒരു ഇൻട്രോവേർട്ടഡ് റൂബ്രിക്ക് നോക്കുകയാണെങ്കിൽ ഫോസ്ഫറസ് 3 മാർക്കർ നാട്രംഗൂർ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഫോസ്ഫറസിന്റെ സിഫിലിറ്റിക് സ്റ്റേജിലാണ് ഫോസ്ഫറസ് സിഫിലിറ്റിക് ആകുന്നത്. കാരണം ഹൈലി എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന ഫോസ്ഫറസിന്റെ ലൈഫിൽ സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു ഇൻസിഡൻസ് ലൈഫിൽ കയറി വരുമ്പോൾ ഫോസ്ഫറസിന്റെ ആ എക്സ്ട്രോവേർട്ട് ക്യാരക്ടറിസ്റ്റിക്സ് മാറിയിട്ട് ഗോയിങ് ടു ദ സോളിറ്റ്യൂഡൽ സ്റ്റേജിലേക്ക് പോകും. അപ്പം ആ സിഫിലിറ്റിക് എൻട്രി പോയിന്റ് ആണ് നമ്മൾ കൂടുതലും മനസ്സിൽ വെക്കേണ്ടത്. ഇത് തന്നെ ഒന്നുകൂടെ ഹാനിമാൻ കറക്റ്റ് ആയിട്ട് അടിവരയിട്ട് പറയുന്നത് ഫുഡ് നോട്ട് നമ്പർ 122 ലാണ്. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.